ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം. I am the Lord that healeth thee. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പാനുമായ കർത്താവേ, ഞങ്ങളെ അത്തരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ ആത്മാവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണം, പഠിപ്പിക്കണം. ആമേൻ. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 15 verse 26. And said, if you will diligently hearken to the voice of the Lord your God, and will do that which is right in his sight, and will give ear to his commandments, and keep all his statutes, I will put none of these diseases upon you which I have brought upon the Egyptians, for I am the Lord your healer. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചെയ്തു. ആമേൻ. ബൈബിൾ മുഴുവനും പരിശോധിച്ചാൽ ദൈവീക ശിക്ഷയായും അല്ലാതെയും അനേക പ്രതികൂലങ്ങളിൽ ഇസ്രായേൽ ജനത്തിന് വന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനത്തിന് പാലിക്കേണ്ടതായ വ്യക്തമായ നിർദ്ദേശങ്ങളും കൽപ്പനകളും ദൈവം കൊടുത്തിരുന്നു. പുതിയ നിയമം ഇസ്രായേലിനും തന്നിട്ടുണ്ട്. അതെവിടെയാണെന്ന് ബൈബിള് ദിവസവും വായിച്ചാൽ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരും. എന്നാൽ അവ പാലിക്കപ്പെടാതെ ജീവിച്ചപ്പോൾ ദൈവം അവരിൽ വാളും ക്ഷാമവും മഹാമാരിയും അയച്ചുവെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 28:15 നമുക്കൊന്ന് വായിച്ചാലോ. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്നു ഭവിക്കും. ദൈവത്തിന്റെ വചനം അതിന്റെ പ്രത്യേകത
ആകാശം മാറും, ഭൂതലം മാറും, അന്നും ഇന്നും മാറാനുള്ളത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. അന്ന് പഴയ നിയമ ഇസ്രായേലിനോട് സംസാരിച്ച അതേ ദൈവം തന്നെയാണ് പുതിയ നിയമ ഇസ്രായേലായ നമ്മളോടും തിരുവചനത്തിലൂടെ സംസാരിക്കുന്നത്. എന്തെല്ലാം ശാപങ്ങൾ എന്ന് വിശദമായി അതേ അധ്യായം 15 മുതലുള്ള വാക്യത്തിൽ പ്രതിപാദിക്കുന്നു. ദൈവം സകല അധികാരങ്ങളുടെയും ദൈവമാണ്. ആമേൻ. ഏത് പ്രയാസഘട്ടങ്ങളിലൂടെയും നാം കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ ദൈവത്തിൻ്റെ കരൾ അലിയും. കാരണം അവൻ മനസ്സലിവിൻ്റെ ദൈവമാണ്, കരുണാമയനാണ്, സൗഖ്യദായകനാണ്. ജീവിതത്തിൽ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടിയാണ് നാം കടന്നു പോകേണ്ടി വരിക. എന്നാൽ മാറായിലെ കയ്പിനെ മധുരമാക്കിയവൻ, യോബിന്റെ കയ്പിനെ സന്തോഷമാക്കിയവൻ, നവോമിയുടെ കയ്പിനെ മഹത്വീകരിച്ചവൻ നമ്മുടെ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരമാക്കി തരും എന്നോട് ചേർന്ന് ഹല്ലേലൂയ പ്രത്യാശയോടെ ഹല്ലേലൂയ പറയും. ഹല്ലേലൂയ. കാരണം യേശുവും ഈ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോയവനാണ്. ജനിച്ച പട്ടണം അവനെ കൈക്കൊണ്ടില്ല, സഹോദരന്മാർ അവിടുത്തെ കൈക്കൊണ്ടില്ല, സ്നേഹിച്ചവർ ഉപേക്ഷിച്ചു, ശത്രുക്കളാൽ പഴിയേറ്റു, മുറിവേറ്റു, തകർക്കപ്പെട്ടു, ക്രൂശിൽ ആണിയടിക്കപ്പെട്ടു, പ്രാണവേദനയിലായി മരണം ഏറ്റുവാങ്ങി. അതിനാൽ തന്നെ തിരസ്കരണത്തിന്റെ വേദന എന്തെന്ന് യേശുവിനറിയാം. മുറിവേറ്റവന്റെ ആത്മനൊമ്പരം എന്തെന്ന് യേശുവിനറിയാം. കാരണം അവിടുന്ന് മുറിവേറ്റുകൊണ്ട് മുറിവുണക്കുന്ന മഹാവൈദ്യനാണ്. തകർന്നവന്റെ വേദന എന്തെന്ന് വേദന സഹിച്ച യേശുവിനറിയാം. അതുകൊണ്ട് സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യന്റെ മുമ്പിൽ പോയി നീ യാചിക്കരുത്. മൂകവിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി നീ മനുഷ്യൻ പറയുന്ന പ്രായശ്ചിത്തം ചെയ്ത് മുട്ടക്കിടന്ന് എഴയരുത്. നിന്നെ അറിയുന്ന അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പ് തന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവം നിന്റെ കൂടെയുണ്ട്. Turn to him, call upon me and I will answer. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും എന്നാണ് കർത്താവ് വചനത്തിൽ പറയുന്നത്. രോഗസൗഖ്യത്തിനു വേണ്ടി മരിച്ചുപോയവരോട് പുറകെ പോകരുത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്നവൻ ഹല്ലേലൂയ, അവൻ മഹാവൈദ്യനാണ്. കർത്താവിൻ്റെ അടുത്ത് വാ. അവൻ രോഗിയായത് നമ്മുടെ രോഗം മാറ്റാൻ, അവൻ മുറിവേറ്റത് നമ്മുടെ മുറിവ് കെട്ടാനാ, അവൻ്റെ ശരീരം തകർക്കപ്പെട്ടത് നമ്മുടെ ശരീരത്തിനും ആത്മീയമായും ശാരീരികമായും രോഗസൗഖ്യം നൽകുന്നതിനു വേണ്ടിയാണ്. ഏതെല്ലാം മാരകമായ രോഗത്തിൽ കൂടി കടക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ കൃപ മതി അവയെല്ലാം തരണം ചെയ്യുവാൻ. നമ്മുടെ കർത്താവ് 3 വിധത്തിൽ നമ്മെ സുഖപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാലോ. 1, യേശു പിന്മാറ്റത്തെ സൗഖ്യമാക്കുന്നു. തെളിവ് ഹോശയ്യ 14 അധ്യായം 4 വാക്യം. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ചു സൗഖ്യമാക്കും. അതുകൊണ്ട് പിന്മാറ്റ കമ്മിറ്റിയിൽ കയറിയിരിക്കുന്ന മകനെ മകളെ, ദിസ് മെസ്സേജ് ഇസ് ഫോർ യു. നിനക്ക് വേണ്ടിയാണ് ഈ ദൂത്. ഹല്ലേലൂയ. അനുഗ്രഹമല്ല വേണ്ടത്, അനുഗ്രഹദാതാവിനെയാണ് വേണ്ടത്. മനുഷ്യരെയല്ല നോക്കേണ്ടത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവങ്കിലേക്ക് നോക്കാത്തവർ ലജ്ജിച്ചു പോകും. ചതഞ്ഞ ഓടയെ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ നമ്മുടെ പിന്മാറ്റത്തെ സൗഖ്യമാക്കുന്നു. ഒരു സന്തോഷം തോന്നുന്നില്ലേ? ചേർന്നൊരു ആമേൻ പറ. ആമേൻ. പത്രോസും കൂട്ടരും തങ്ങളുടെ പഴയ ജോലിയിലേക്ക് തിരിച്ചുപോയി. രാത്രി മുഴുവനും ക്ഷീണിച്ചു. ഒന്നും ലഭിക്കാതെ നിരാശയിൽ ആയപ്പോൾ യേശു കുഞ്ഞുങ്ങളെ എന്ന് സ്നേഹത്തോടെ വിളിച്ച് ഭക്ഷണം നൽകി. ദി ബെസ്റ്റ് കുക്ക് ഇൻ ദ വേൾഡ് ഈസ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. കുക്കിംഗ് അറിയാത്തവരുണ്ടെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ, നന്നായിട്ട് കുക്ക് ചെയ്യുവാൻ എൻ്റെ കരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കുടുംബത്തിൽ നന്നായിട്ട് രുചികരമായ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു കുടുംബിനി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു 98% രോഗവും പ്രശ്നവും തകർച്ചയും സന്തോഷമില്ലായ്മയെല്ലാം പമ്പ കിടക്കും. ഹല്ലേലൂയ. ഭൗതിക സുഖങ്ങളെക്കാൾ ആത്മീയമായ ജീവിതത്തിൻ്റെ മൂല്യം പഠിപ്പിച്ച് അവരെ അവരുടെ പിന്മാറ്റത്തിൽ നിന്നും സൗഖ്യമാക്കി. രണ്ടാമതായിട്ടുള്ളൊരു സൗഖ്യം, തകർന്ന ഹൃദയങ്ങളെ യേശു സൗഖ്യമാക്കുന്നു. വാക്യം 34 സങ്കീർത്തനം 18-19. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മകനെ മകളെ, നിന്റെ ഹൃദയം നുറുങ്ങിയല്ലേ ഇരിക്കുന്നേ? മറ്റാരേക്കാളും സമീപസ്ഥൻ കർത്താവ് കൂടെയുണ്ട്. മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവർ ഗൗനിച്ചില്ലെങ്കിലും നോക്കിയില്ലെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിലും ശ്രദ്ധിക്കുന്നവൻ ഒരുവനുണ്ട്.
സൗഖ്യം തരുന്ന ഒരുവനുണ്ട്. ആ തകർച്ചയെ ഹീൽ ചെയ്യുവാൻ എൻ്റെ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഈ വചനത്തിൽ ഉത്തരവുണ്ട്. ശരീരത്തിലുള്ള മുറിവ് മറ്റുള്ളവർക്ക് കാണാൻ കഴിയും, എന്നാൽ ഹൃദയത്തിലെ മുറിവ് മറ്റുള്ളവർക്ക് ആർക്കും കാണുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഇവൻ നിന്റെ ഭാര്യയ്ക്ക് പോലും, നിന്റെ ഭർത്താവിന് പോലും, നിന്റെ മക്കൾക്ക് പോലും നിന്റെ അകത്തുള്ള മുറിവ് കാണാൻ കഴിയത്തില്ല. പക്ഷെ ഒരുവന് മാത്രം കാണും, ഒരുവന് മാത്രമേ കഴിയൂ. 1 ശമൂവേൽ 16:7 ആത്മാവ് ഇങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നരുളി ചെയ്തു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ആ കർത്താവ് മകനെ മകളെ നിന്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്. അതുകൊണ്ട് 117 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യം, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. എന്നോട് ചേർന്നൊരു ആമേൻ പറ. ആമേൻ. 3-ാമത്തെ സൗഖ്യം, അവൻ നമ്മുടെ ശാരീരിക രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. 103 സങ്കീർത്തനം 3 വാക്യം നമുക്കൊന്ന് വായിച്ചാലോ. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. വിശ്വാസത്തോടെ പ്രത്യാശയോടെ ആ വചനം ഹല്ലേലൂയ നെഞ്ചത്ത് കൈവച്ച് ഏറ്റെടുത്താൽ ഇപ്പോൾ വിടുതൽ, ഇപ്പോൾ തന്നെ വിടുതൽ. അവൻ നമുക്ക് വേണ്ടി അടിയേറ്റതിനാൽ നമുക്ക് സൗഖ്യം ലഭിക്കുന്നു. യെസ്. യെശയ്യാ 53:4-5 വാക്യം വളരെ സുപരിചിതമായ തിരുവചനമാണ്. ഈ വചനത്തിലൂടെ ഒരു പൂർണ്ണ സൗഖ്യം ഇപ്പോൾ കർത്താവ് നമുക്ക് തരികയാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾക്ക് നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്ന. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾ സൗഖ്യമാകട്ടെ, കൂട്ടായ്മകൾ സൗഖ്യമാകട്ടെ, ദേശം സൗഖ്യമാകട്ടെ. ഓ സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നു. ആമേൻ. 1 പീറ്റർ 2:24, 1 പത്രോസിൻ്റെ 2-ാം അധ്യായം 24-ാം വാക്യം, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് സൗഖ്യം നൽകാനാണ് യേശു പാപപരിഹാര ബലിയായത്. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് ആ പരിഹാര ബലിക്ക് കാശ് വാങ്ങിക്കാനല്ല. ഇന്ന് സ്തോത്രം, ആ പാപപരിഹാര ബലിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയല്ലേ ജനത്തിൻ്റെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നത്. നമുക്ക് സൗഖ്യം നൽകാനാണ് യേശു പാപപരിഹാര ബലിയായത്. എബ്രായലേഖനം 10-ാം അധ്യായം ഇതിൻ്റെ കൂടെ ഒന്ന് വായിച്ചേക്കണേ. ആ രക്ഷകനായ യേശുവിലേക്ക് കടന്നു വന്നാൽ നിശ്ചയമായും രോഗസൗഖ്യം ലഭിക്കും. ഒരു തിരികത്തിക്കണ്ട, മുട്ടക്കിടന്ന് എഴയണ്ട, ഒരു തീർത്ഥാടന കേന്ദ്രത്തിലും ഓടിപ്പോയി ഹല്ലേലൂയ ഒരു ഉടമ്പടി എടുക്കണ്ട. നമ്മുടെ സമ്പത്തോ വിദ്യാഭ്യാസമോ ആരോഗ്യമോ നമ്മെ സുഖപ്പെടുത്തുകയില്ല. ഇല്ല. അനുതാപ ഹൃദയത്തോടെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ തീർച്ചയായും നാം ആത്മീയമായും ശാരീരികമായും രോഗസൗഖ്യം നേടും. കാരണം നമ്മുടെ കർത്താവിൻ്റെ പേര് യഹോവ റാഫ, അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഈ വചനങ്ങൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, നിന്റെ മക്കളാ ഞങ്ങൾക്ക് തന്ന സ്വർഗീയ മന്നയ്ക്കായി സ്തോത്രം. ഈ തിരുവചനത്തിലൂടെ ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് അരുളിച്ചെയ്ത ദൈവമേ, ഈ തിരുവചനം പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത് ഹല്ലേലൂയ സ്തോത്രം. നിന്റെ മക്കളുടെ ഹൃദയത്തിൽ ആഗ്രഹമെന്തെന്നോ ഈ തിരുവചന പ്രകാരം അവിടുന്ന് അവർക്ക് വിടുതലും സൗഖ്യവും സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യയെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. സൗഖ്യം നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ഓരോ സംസ്ഥാനങ്ങൾക്ക് സൗഖ്യം വിടുതലും തന്നതിനായി സ്തോത്രം. അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം. അവരുടെ ഹൃദയത്തിൽ ഏറ്റിരിക്കുന്ന സകല മുറിവുകളും എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധ തൈലത്താൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അനുദിന ജീവിതത്തിൻ്റെ
പ്രയാസത്തിൽ വേദനപ്പെട്ട നുറുങ്ങി തകർന്നിരിക്കുന്ന മക്കളെ ഈ സമയത്തോർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് അരുളിച്ചത് കർത്താവേ. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളുടെ മേൽ വെച്ചിരിക്കുക. സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നരക്കുകളും ഞാൻ നിന്നെ ചുമക്കുമെന്ന് അരുളിച്ചത് കർത്താവേ. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം പ്രിയ മക്കളുടെ മേൽ വച്ച് പൂർണ്ണ സൗഖ്യവും ബലവും ആരോഗ്യം കൊടുത്തതിനായി നന്ദി പറയുന്നു. നന്ദി. ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. അവിടുത്തെ സാന്നിധ്യ മേഘസ്തംഭമായി അഗ്നി തൂണായി ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കുക. സ്തോത്രപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയല്ലേ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ